ഹായ് മക്കളെ, മാത്തമാറ്റിക്സ് എക്സാമിനേഷന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു മെട്രിക്സ് തരും. ആ മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആക്കിയിട്ട് എഴുതാനാണ് പൊതുവെ ചോദിക്കാറുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൊതുവെ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന സ്ഥിരം കൊമേഴ്സിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പഠിച്ചാലോ എങ്ങനെ ആൻസർ ചെയ്യാന്ന് നോക്കടാ. നിങ്ങൾ ആദ്യം എന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റോനെ പിടിച്ചിട്ട് കോൾ ആക്കുക. 5 2 ഇങ്ങനെയല്ലേ, അതിന് നേരെ വെർട്ടിക്കൽ എഴുതുക, കുത്തിന് എഴുതുക 5 2. അതേപോലെ അടുത്തതിനെ പിടിച്ചിട്ടും കുത്തനെ എഴുതുക 4 - 1. ഇതാണ് എ ട്രാൻസ്പോസ്. ഇനി മക്കൾ എന്ത് ചെയ്യാറിയോ? എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താ? ഇതാണ് എ, ഇതാണ് എ ട്രാൻസ്പോസ്. രണ്ടും കൂടെ ആഡ് ചെയ്യാനാണ്. രണ്ടും കൂടെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എന്താ വരിക? 5 + 5 10, then 2 + 4 6, then 4 + 2 6, then -1 + -1 -2. എ പ്ലസ് എ ട്രാൻസ്പോസ് ആയി. എ മൈനസ് എ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കുക? എ മൈനസ് എ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കുക? എ ഇതാണ്, എ ട്രാൻസ്പോസ് ഇതാണ്. അപ്പോൾ എയിൽ നിന്ന് എ ട്രാൻസ്പോസിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്യാം. 5 - 5 0, 2 - 4 -2, 4 - 2 2, -1 - -1 -1 -1 എ മൈനസ് എ ട്രാൻസ്പോസ് -1 -1. അപ്പൊ ഇതാവും -1 കൂടെ പ്ലസ് ആവും, -1 + 1 അഥവാ 0. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇതിന്റെ ഒക്കെ ഹാഫ് കണ്ടുപിടിക്കും. എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ഹാഫ് 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. അതെന്താ നോക്കുക. ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ എലമെന്റ്സിന്റെ ഹാഫ് എഴുതിയാൽ മതി. അതായത് 10ന്റെ ഹാഫ് 5, 6ന്റെ ഹാഫ് 3, 6ന്റെ ഹാഫ് 3, -2ന്റെ ഹാഫ് -2/2 -1. അത് എഴുതി. ഇനി അതേപോലെ തന്നെ ഇതിന്റെയും അങ്ങനെ തന്നെ എഴുതും. എങ്ങനെയാ? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. എ മൈനസ് എ ട്രാൻസ്പോസിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ എലമെന്റ്സിന്റെ ഹാഫ് എടുക്കണം. എത്രയാണ് വരിക? 0ന്റെ ഹാഫ് 0, -2ന്റെ ഹാഫ് -2/2 ആണ്. അപ്പം 2 × 2 വെട്ടിപ്പോയി -1. 2ന്റെ ഹാഫ് 1, 0ന്റെ ഹാഫ് 0. നിങ്ങൾ നോക്കുക, ഈ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ? 5 3 3 -1 ആണ്. അതെന്ത് മെട്രിക്സ് നോക്കും മക്കളെ? അതിന് നിങ്ങളൊന്ന് ട്രാൻസ്പോസ് എടുത്ത് എഴുതി നോക്കും. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. എന്താ? ഇതിനെ കുത്തനെ എഴുതിയാൽ 5 3, ഇതിനെ കുത്തനെ എഴുതിയാൽ 3 -1. 5 3 3 -1 ആണ് ട്രാൻസ്പോസ്. സെയിം മെട്രിക്സിനല്ലേ കിട്ടുന്നത്? അതായത് ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് നമ്മൾ എഴുതിയപ്പോൾ ഇതാണ് ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് എഴുതിയ സമയത്ത് ആ മെട്രിക്സും ട്രാൻസ്പോസും ഒറിജിനൽ മെട്രിക്സും സെയിം ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ആ മെട്രിക്സ് എന്ത് മെട്രിക്സാ? സിമെട്രിക് ആണ്. അപ്പൊ ഇതാണ് സിമെട്രിക് മെട്രിക്സ്. ഇനി ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഒന്ന് എഴുതി നോക്ക്. 0 - 1നെ കുത്തനെ എഴുതുക, 1 0നെ കുത്തനെ എഴുതുക. അങ്ങനെ എഴുതിയപ്പോൾ എന്താ കിട്ടിയത്? ഈ മെട്രിക്സ് തന്നെയാണ് കിട്ടിയത്, പക്ഷേ അതിന്റെ നെഗറ്റീവാണ് കിട്ടിയത് അല്ലെ. ഇതിലെ എല്ലാ എലമെന്റ്സിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള മെട്രിക്സ് ആണിത്. കാരണം 0നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0നെ, -1നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ +1, 1നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1, 0നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0. അതായത് ഈ മെട്രിക്സിന്റെ എക്സാക്ട് നെഗറ്റീവ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ അത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അന്നപ്പം നമുക്ക് എന്ത് എഴുതാം? മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഏതാ? അതായത് 5 3 3 -1, 5 3 പിന്നെന്താ 3 -1 പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്താ? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് 0 - 1 1 0, 0 - 1 1 0. ഓക്കെ, ഈ രണ്ട് മെട്രിക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ ഏതാ മെട്രിക്സ് കിട്ടാൻ നോക്ക്. എന്തായാലും ഇത് സിമെട്രിക് ആണ്, ഇത് സ്ക്യൂ സിമെട്രിക് ആണ് നമുക്കറിയാം. രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്ക്. 5 + 0 5, 3 + -1 3 -1 that is 2, 3 + 1 4, -1 + 0 -1 അല്ലേ?
അതായത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എ എന്ന മെട്രിക്സ് ആണ് കിട്ടിയത്. അപ്പോൾ എ എന്ന മെട്രിക്സ് നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് മാറ്റി എഴുതി. ഇങ്ങനെ വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ അല്ലേ? സോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഒരു പ്രോബ്ലം മനസ്സിലായ മക്കള് കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് ഇട്ടടാ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.